അപ്പൊ അങ്ങനെയാണ് ഈ വോക്കവൽ എന്ന് പറയുന്ന സംഭവത്തിൽ വരുന്നത്. അപ്പൊ ഈ പവർ കട്ടിന്റെ സമയമാണ് എന്റെ പ്രാക്ടീസ് സമയം പണ്ട്. അപ്പൊ ലോഡ് ഷെഡിങ് വരുന്ന ഒരു അരമണിക്കൂർ 1 മണിക്കൂറോ പാടുമ്പോ വിചാരിക്കും കൂടെ വയലിനും ഇപ്പൊ വരിസകളൊക്കെ പാടുമ്പോൾ ഒരുമിച്ച് ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്തത്. പിന്നീട് ഞാൻ ഒരിക്കൽ പറഞ്ഞ പോലെ ആ സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ ദൂരദർശനിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ആനന്ദവർമ്മ സാറുണ്ടാവും. സാർ അവിടെ അന്ന് ദൂരദർശനിൽ വർക്ക് ചെയ്യുവാണ്. സാറ് ഒരു കർണാട്ടിക് മ്യൂസീഷ്യനാണ്, അതുപോലെ വയലിനും വായിക്കും. അപ്പം ഞാൻ അവിടെ അന്ന് ചെന്നപ്പോൾ ഇതുപോലെ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ ഒരു സാധനം വായിച്ചപ്പോൾ സാറാണ് ഈ ഒരു ഐഡിയ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. ഞാനത് ട്രൈ ചെയ്യാറിലാണ്, മോനെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ കച്ചേരി ആയിട്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ ഒരുമിച്ച് അത്രയും എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പാടുമ്പോൾ ഒരാൾ കൂടെ വയലിൻ ഫോളോ ചെയ്യും. അപ്പോൾ ഇത് പാടിക്കൊണ്ട് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ക്ലീൻ ആയിട്ട് നമുക്കത് കുറച്ചും കൂടി ബ്ലെൻഡ് ആയിരിക്കും. അപ്പോൾ അതിന് വോക്കാ വയൽ എന്നുള്ള രീതിയിൽ ഒരു പ്രോഗ്രാമായിട്ട് അവതരിപ്പിക്കാൻ. അങ്ങനെ ഞാനത് പിന്നീട് കച്ചേരികളായിട്ട് ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ എൻ്റെ ഈ ഗാനമേള പെർഫോമൻസ് ആണെങ്കിലും മിക്കവാറും എൻ്റെ തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടിങ് സോങ് അത് ചിലപ്പോൾ ഒരു പക്ഷേ ദേവസമാധാനം അങ്ങനെ സോങ് ആണെങ്കിൽ അതിന് വയലിൻ പോർഷൻസ് ഫുള്ള് ഞാൻ വായിച്ചിട്ടാണ് പാടാറ്. അതുപോലെ ശ്രീവിനായകം എന്ന് പറഞ്ഞൊരു ഭരതത്തിൽ ആ ഒരു സോങ് പാടാറുണ്ട്.